ഇന്നലെ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ജീവിതത്തിൽ നിന്ന് പഠിച്ച ചില പ്രാക്ടിക്കൽ പാഠങ്ങളെക്കുറിച്ച് പുത്രൻ എന്നോട് വലിയവായി സംസാരിച്ചല്ലോ. ഓർമ്മയുണ്ടോ നിനക്കത്? അപ്പം ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, തല കുമ്പിട്ടും മുഖം വീർപ്പിച്ചും എൻ്റെ മുന്നിൽ വന്നിരുന്ന് മോങ്ങരുതെന്ന്. എനിക്ക് ഓർമ്മയുണ്ട്, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ദേ, എന്നോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ വാശിയൊന്നും വേണ്ട. വഴക്കിട്ടു അല്ലേ? ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല ഫാദർ, പ്രത്യേകിച്ച് അവിടുത്തെ താമസം. അവിടെ എന്താടാ ബുദ്ധിമുട്ട്? വേറെ എവിടെയായിരുന്നെങ്കിൽ പോലും ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്ഥലത്താണെന്നുള്ള ഒരു ബോധ്യമെങ്കിലും ഉണ്ടായിരുന്നേനെ. ഇതിപ്പോ അതിന് പോലും പറ്റില്ല. ഇറങ്ങിപ്പോന്ന അതിന്റെ പ്രശ്നം, കയറി ചെല്ലുമ്പോ അതിലും വലിയ ടെൻഷൻ. ദേ, നീ എടുത്തിയാടി തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ലേ ഫാദർ? സ്നേഹയ്ക്ക് ഏത് കാര്യവും വളച്ചൊടിച്ച് സംസാരിക്കാനേ അറിയൂ. അതിൽ ആരെ കുറ്റപ്പെടുത്തുന്നു, ആരെ കല്ലെറിയുന്നു, അതൊന്നും അവൾക്ക് പ്രശ്നമല്ല. ഒരുമാതിരി സാഡിസം. ഇന്നലെ തന്നെ മൈഥിലി മാമിനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? എന്റെ നിയന്ത്രണം വിട്ടുപോയതാ. എന്നിട്ട് വേറൊന്നുമില്ല, ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തു. ഓമനിക്കാൻ നിന്നാലല്ലേ കുഴപ്പമുള്ളൂ. കടുകട്ടിക്കാരായ ഭർത്താക്കന്മാർ ഈ നാട്ടിൽ ജീവിക്കുന്നില്ലേ, കുടുംബം നടത്തുന്നില്ലേ? ഞാൻ ആ കൂട്ടത്തിൽ ഒരാളായിക്കോളാം. അപ്പൊ പിന്നെ ഷാർപ്പായിട്ട് പ്രതികരിക്കാലോ. ഈ കാര്യത്തിൽ ആരുടെ ഉപദേശം ഞാൻ പുറത്തുനിന്ന് എടുക്കുന്നില്ല. എന്റെ ഇഷ്ടം എന്താണോ അതങ്ങ് ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിലേ ഞാൻ ലൈഫ് വേറൊരു കോമാളിയായി പോവും. മോനെ, ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തത് കോമാളിയാവലല്ല. എന്ത് വിട്ടുവീഴ്ചയാണ് ഫാദർ? കുടുംബബന്ധമാണ്. പൊട്ടിത്തെറിച്ചാലോ എന്ന് കരുതി പറയാനുള്ളതെല്ലാം മാറ്റിവെക്കും. അവസാനം എന്നെങ്കിലും ഒരിക്കൽ പറയേണ്ടി വന്നാലോ പറഞ്ഞാലും തീരുവില്ല. അതിനേക്കാൾ നല്ലതേ പറയേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് പറഞ്ഞു ഒതുക്കാന്ന് തന്നെയാ. എന്നിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ കൂടെ ജീവിച്ചാൽ മതി. ഈ അവസ്ഥയിൽ നിന്നെ അവളുടെ മുമ്പിലേക്ക് പറഞ്ഞു വിടാൻ എനിക്ക് പേടിയാവുന്നുണ്ടല്ലോടാ. പേടിക്കണം. ആ പേടി സ്നേഹിക്കും ഉണ്ടാവണം. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം സ്നേഹയുടെ വായിന്ന് വന്നാൽ അതിനുള്ള മറുപടി ആ നേരം തന്നെ ഞാൻ പറയും. അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. അരുൺ, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു വന്ന് കയറിയിട്ട് അതിന് സാധിച്ചില്ലല്ലേ? എനിക്ക് ഫാദറിനെ ഒന്ന് കാണുമായിരുന്നു, അതുകൊണ്ട് പോയതാ. അതോ ഇവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ടോ? സ്നേഹ നല്ല രീതിയിൽ പെരുമാറിയില്ലെന്ന് എനിക്ക് വ്യക്തമാണ്. അതൊന്നും സാരമില്ല അങ്കിൾ. ചില കാര്യങ്ങൾ നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കണം. ചിലതിന് അല്പം ശബ്ദം ഉയർത്തേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമല്ലേ? എനിക്കിതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ അരുൺ ഫാദറിന്റെ അടുത്തായിരുന്നല്ലേ? എന്താ, അതിന് വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് അരുണിനോടൊരു കാര്യം പറയാനുണ്ട്. എങ്കി വാ. വേണ്ട, എനിക്ക് അച്ഛന്റെ മുന്നിൽ വെച്ച് അത് പറയാനുള്ളത്. സോറി അരുൺ, ഞാൻ വളരെ ബോറായിട്ട് അരുണിനോട് സംസാരിച്ചു. എന്താണെന്ന് അറിയില്ല, ചിലപ്പോഴൊക്കെ എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇന്നലെ വന്ന വയറുവേദന, ഞാനത് ചുമ്മാ പറഞ്ഞതാ. അരുൺ കൃത്യമായിട്ടത് മനസ്സിലാക്കി എന്നോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കേ. കരുതി കൂട്ടി തെറ്റുകൾ ചെയ്യുക, എന്നിട്ട് ക്ഷമ ചോദിക്കുക എന്ന് അരുൺ പറയട്ടെ. അരുൺ, ഞാനൊരു പൊട്ടക്കുട്ടിയാ. എന്നെക്കുറിച്ചും എന്റെ കാര്യങ്ങളെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്ന ഒരു ചീത്തക്കുട്ടി. ഇപ്പതേ സത്യം പറഞ്ഞ നല്ല തെളിഞ്ഞ മനസ്സോടെയാ ഞാൻ അരുണിന്റെ മുന്നിൽ നിൽക്കുന്നത്. മുൻപ് ഞാൻ പറഞ്ഞ പോലെയല്ല. അരുണിനോട് ഇനി ഞാൻ യാതൊരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇതെന്റെ വാക്കാ. പലതവണ കേട്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അരുൺ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കൊരവസരം കൂടി തന്നൂടെ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അരുണിന്റെ കൺസെപ്റ്റിലുള്ള ഒരു ഭാര്യയായിട്ട് മാറാൻ എനിക്ക് പറ്റുമോന്ന്. ഭാര്യ എന്ന സങ്കല്പത്തിന് ഒരുപാട് ചട്ടക്കൂടുകളൊന്നും എൻ്റെ മനസ്സിലില്ല. എൻ്റെ കാര്യങ്ങൾ വളരെ സിമ്പിളാ. എനിക്കറിയാം. അരുണിന്റെ ജോലി, അരുണിന്റെ കടപ്പാടുകൾ, അരുണിന്റെ സൗഹൃദങ്ങൾ, ഇതിലൊന്നും ഞാനിനി ഒരു അഭിപ്രായം പറയില്ല. അരുൺ വർക്കഹോളിക് ആയിക്കോ. മൈഥിലി മാം തളർന്നു പോകുമ്പോ ഒന്ന് സഹായിക്കാൻ അരുൺ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അതും ചെയ്തോളൂ. മോളെ, നീ പറയുന്നത് കേൾക്കുമ്പോ
ഇതൊരു നല്ല സൈനായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ മിനിറ്റിന് സ്വഭാവം മാറിക്കൊണ്ടിരുന്നാല് അത് ശരിയാവില്ല. നിങ്ങൾ രണ്ടുപേരോടായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ നിമിഷം മുതൽ അങ്ങോട്ട് ഇതുവരെ കണ്ട എന്നെ ആവില്ല നിങ്ങൾ ഇനി കാണുന്നത്. മാറാൻ ശ്രമിക്കുന്ന, മാറാൻ തയ്യാറുള്ള ഒരാളെയാ. ഇടയ്ക്കിടയ്ക്ക് എന്റെ ഉള്ളിലുള്ള പൊട്ടിപ്പെണ്ണ് ചില അബദ്ധങ്ങൾ കാണിച്ചു നിൽക്കും. അപ്പോ ഒന്ന് പറഞ്ഞു തന്നാ മതി, ഒന്ന് തിരുത്തിയാ മതി, ഞാൻ നന്നായിക്കോളാം. സ്നേഹ, ഇന്ന് രാത്രി ഹോസ്പിറ്റലിൽ പോകാനുണ്ടോ? വേറൊന്നിനല്ല, ഉണ്ടെങ്കിൽ ഞാൻ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കാം. ഇനി കുറച്ചു നേരേ ഉള്ളൂ. അരുണൊന്ന് റെസ്റ്റ് എടുക്ക്. ഞാൻ ശല്യപ്പെടുത്തില്ല, ഒരു കാരണവശാലും ശല്യപ്പെടുത്തില്ല. അങ്കിൾ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? എന്തിന്? അല്ല, ഇങ്ങനൊരു മാനസികാവസ്ഥയിൽ അവൾ എത്തിക്കാൻ. അരുൺ, അതിന് ഞങ്ങൾ തമ്മിലൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഇങ്ങനൊരു മാറ്റം? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ചിലപ്പോ സ്വയം ചിന്തിച്ചു കാണും. അങ്ങനെയാണെങ്കിൽ നല്ലത്. ചില ഉറച്ച തീരുമാനങ്ങളിലൂടെ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ തൽക്കാലം അതൊക്കെ ഒന്ന് ശാന്തമായ പോലെ. ഓക്കെ എങ്കിൽ ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. മോനെ, അവള് പറഞ്ഞു കേട്ടല്ലോ, അബദ്ധങ്ങൾ എന്തെങ്കിലും കാണിച്ചാല് ഇടയ്ക്ക് നോവാത്ത രീതിയിലൊന്ന് ശാസിക്കാം. എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും സന്തോഷമാണ് വലുത്. അവൾക്ക് മാത്രമായി ഒരു പരിഗണനയില്ല. എനിക്കറിയാം ഗിൾ, സ്നേഹയോട് ഉച്ചത്തിലൊരു വാക്ക് സംസാരിക്കേണ്ടി വരുമ്പോൾ ആ വാക്കിൽ പൊള്ളുന്ന അങ്കിളിന്റെ മനസ്സെനിക്ക് കാണാൻ പറ്റാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചോളാം ഗിൾ. കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണ്ട സുമ. ലക്ഷ്മിയമ്മ അങ്ങനെ അധികമൊന്നും കഴിക്കാറില്ല. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ടേസ്റ്റ് പിടിക്കുമെന്ന് എനിക്കറിയില്ല. മിക്കവാറും ഇന്ന് ഭക്ഷണം കൊണ്ട് ചെല്ലുമ്പോ തന്നെ കുട്ടിച്ചൻ അത് വേണ്ടാന്ന് പറയും. ഒരു കഞ്ഞിയും പയറും ആയാലും കുട്ടിച്ചൻ തന്നെ ഉണ്ടാക്കിയാലേ സമാധാനമാവും. ചിലരങ്ങനെയാ. അതിപ്പോ അച്ഛൻ തനിച്ച് വീട്ടിലായിരിക്കുമ്പോ രാവിലെ ഒരു കഞ്ഞി വെക്കും, ഒരു ചമ്മന്തി അരച്ചാ അത് മതി. പിന്നെ അതിന്ന് കുറച്ച് വാർത്ത് വെച്ചിട്ട് ഒരു പയറ് തോരനോ പറമ്പിന്ന് ഒരു വെണ്ടയ്ക്ക എടുത്തിട്ട് ചെറിയൊരു കറി. രാത്രി പിന്നെ ബാക്കിയുള്ള കഞ്ഞി. ഒരു മുളകും കൂടി ഉണ്ടെങ്കിൽ അച്ഛൻ ഹാപ്പി. അമ്മേ, അമ്മേ, ചേച്ചി വന്നു. എവിടെ? മോളെ, മോൾക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല. അവള് വല്ലാതിരിക്കുന്നുണ്ടല്ലോ സാരംഗ്. ഇങ്ങോട്ട് വന്നതിന്റെ ആവും. ഇങ്ങോട്ട് വരുന്നതിന് അവൾക്ക് എന്തിനാ ദേഷ്യം? താനെന്താ ഇപ്പൊ എന്നെ ക്രോസ് ചെയ്യാൻ നിൽക്കണോ? എത്രയും പെട്ടെന്ന് മകളെ കൊണ്ടുവരണമെന്ന് എനിക്ക് വാണിംഗ് തന്നല്ലേ. കൊണ്ടുവന്നു. ഇനിയെങ്കിലും ഒന്ന് നിർത്തുവോ? സാരംഗ്, ശരിക്കും അവൾക്ക് എന്താ പ്രശ്നം? എനിക്കറിയില്ല. ലോകത്തിലെ ഏറ്റവും മഹത്തായ പദവി അമ്മയാണെന്നല്ലേ പറയുക. മക്കളുടെ വിരലിന്റെ ചലനങ്ങൾ നോക്കി അമ്മ എന്തോ കണ്ടുപിടിക്കുന്നു പറയുമല്ലോ. കണ്ടുപിടിക്കേ. മാഡം, മോൾക്ക് എന്തോ വലിയ വിഷമമുള്ളതുപോലെ എനിക്ക് തോന്നിയത്. എനിക്കും തോന്നി അമ്മേ. ഞാൻ പോയി ചേച്ചിയോട് ചോദിക്കട്ടെ? വേണ്ട, ഇപ്പൊ ചേച്ചിയുടെ അടുത്തേക്ക് മുമ്പ് പോണ്ട. തിരിച്ചു വരാൻ നിർബന്ധിച്ചതിന്റെ പേരില് അവളുടെ മനസ്സ് കുത്തി നോയിച്ചിട്ടായിരിക്കും വന്നത്. കുറച്ചു കഴിയട്ടെ. ഹലോ ഹലോ
അനാമിക, മോള് വന്നു. ആ, എപ്പോ? കുറച്ചു മുമ്പേ സാറിങ്ങിന്റെ കൂടെ. താൻ മോളോട് സംസാരിച്ചോ? ഇല്ല, പോയതുപോലെ അല്ല അവള് തിരിച്ചു വന്നിരിക്കുന്നത്. എന്തോ ഒരു മൂഡ് ഓഫ് പോലെ. അത് ചിലപ്പോ വരാൻ വേണ്ടി താൻ നിർബന്ധം പിടിക്കുന്നുവെന്ന് സാരംഗ യാമി മോളോട് പറഞ്ഞു കാണും. അങ്ങനെ തന്നെ ഞാനും വിചാരിച്ചത്. പക്ഷെ കുറച്ചുനേരം അവൾ എന്നെ തന്നെ നോക്കി നിന്നു. അപ്പൊ അവളുടെ മുഖത്ത് ദേഷ്യമൊന്നുമല്ല എനിക്ക് തോന്നിയത്, എന്തോ വലിയൊരു സങ്കടം പോലെ. സാരംഗ എന്ത് പറഞ്ഞു? കുഞ്ഞിനെന്താ പറ്റിയെന്ന് ഞാൻ ചോദിച്ചു. അതിന് കുറെ ഒച്ച വയ്ക്കുകയും ചെയ്തു. മൈഥിലി, ഒരു കാര്യം ചെയ്, എന്തായാലും യാമി മോളോട് പോയെന്ന് സംസാരിക്ക. എനിക്ക് അവളുടെ മുന്നിലേക്ക് പോകാൻ പേടിയായിട്ടാ. എന്തിന്? താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇവിടെ ഉണ്ടായിരുന്നപ്പോ അവൾ എന്നോട് നല്ല രീതിയിലല്ലല്ലോ പെരുമാറിയിരുന്നത്. കുറച്ചു ദിവസത്തെ ഗ്യാപ്പിന് ശേഷം അവളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുന്നുള്ള പ്രതീക്ഷയിലാ ഞാൻ. പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ട് അവള് വല്ലാതായാലോ? അങ്ങനെയൊക്കെ ചിന്തിച്ചാ ഒന്നും നടക്കില്ല. മോള് തിരിച്ചെത്തുമ്പോ തനിക്കൊരു ഡ്യൂട്ടി ഇല്ലേ? അതിനെക്കുറിച്ച് ചിന്തിക്ക്. അവളോട് യാതൊരു വിഷമമില്ലെന്ന് പ്രത്യേകം പറയാൻ വേണം. നോക്കാം. കൂടെ കൊണ്ടായ അവളുണ്ടാവുമല്ലോ, മായ മഹേശ്വരി. അവളെവിടെ പോയി? അറിഞ്ഞൂടാ, ഒന്നും പറഞ്ഞില്ല. യാമി മോളെ ആ കണ്ടീഷനെ കണ്ടപ്പോ ജോസാറ് പറഞ്ഞതാ എനിക്ക് ഓർമ്മ വന്നത്, അവരുടെ മോളെ കുറിച്ച്. പേടിക്കാൻ കാരണം കണ്ടെത്തുകയാണോ? എവിടെയോ ഏതോ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് കരുതി എല്ലാരും അങ്ങനെ ആവണമെന്നുണ്ടോ? യാമി മോള് അത്രയ്ക്ക് മനസ്സിൽ ബലമില്ലാത്ത ആളൊന്നുമല്ല. തന്റെ മനസ്സിന്റെ ശക്തി കുറച്ചൊക്കെ അവൾക്കും കിട്ടിയിട്ടുണ്ട്. പെട്ടെന്നൊന്നും ഒരാൾക്കും അവളെ വഷളാക്കാൻ പറ്റില്ല. ഒന്നുമില്ലാതിരുന്നാ മതിയായിരുന്നു. എന്തായാലും സാരമില്ല, അവൾ എത്തിയല്ലോ. ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലും എന്റെ കൺമുന്നിലല്ലേ. ഞാൻ മോളോട് സംസാരിച്ചിട്ട് തന്നെ വിളിക്കാം. ആ, ഞാൻ ഫ്രീയാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി, ഞാൻ വരാം. ശരി. ഇതെന്താ താൻ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, ക്ഷീണിച്ചുറങ്ങുന്ന കണ്ടപ്പോ ഒന്ന് നോക്കി. വിളിക്കായിരുന്നില്ലേ? എന്തിന്? ഞാൻ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. എന്നാലും ഉറങ്ങുന്നത് നോക്കിയിരിക്കാന്നൊക്കെ പറഞ്ഞ അച്ഛൻ പറയും, കുഞ്ഞു പ്രായത്തിൽ ഞാൻ കിടന്ന് ഉറങ്ങുന്നത് നോക്കി അച്ഛനും അമ്മയും ഇരിക്കാറുണ്ടായിരുന്നു. അതൊരു രസമാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിഷ്കളങ്കമായ ഉറക്കം കാണുമ്പോ ഒരു സുഖം. ഇതെന്ത് പറ്റി? മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ആവാന്ന് തീരുമാനിച്ചു? വാക്ക് പറഞ്ഞതല്ലേ, ഇനി മാറാൻ പറ്റുമോ? കുറച്ചേരം കൂടി കിടക്കണോ? ഏയ് വേണ്ട വേണ്ടേ, ഇപ്പൊ എനിക്ക് ക്ഷീണമൊന്നുമില്ല. നേരെ ചുവൊന്നും കഴിച്ചില്ലല്ലോ. നമുക്കെന്തേലും കഴിച്ചാലോ? കഴിക്കാം. എന്ന് റെഡിയായിട്ട് വാ, ഞാൻ എടുത്തു വെക്കാം. ഡോ ഇരിക്കേ. എന്തേ? താൻ ഈ പറയുന്നതും ചെയ്യുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇതിനേക്കാൾ സന്തോഷമുള്ള വേറൊരു കാര്യമില്ല. പക്ഷെ കരുതിക്കൂട്ടിയാണെങ്കിൽ അതിനേക്കാൾ ക്രൂരമായ ഒരു കാര്യവുമില്ല. എങ്ങനെ വിശ്വസിക്കാൻ ആരുടെ ഇഷ്ടം? ജീവിതം പ്രതീക്ഷ നിറഞ്ഞതല്ലേ. എല്ലാം നല്ലതെന്ന് വിശ്വസിക്കാൻ എനിക്ക് താല്പര്യം. അതെ, ഇപ്പൊ തന്നെ എനിക്ക് മാർക്കിടണ്ട. കുറച്ചു ദിവസം എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്ക്. അച്ഛൻ എന്തായാലും നോക്കും. എന്നിട്ട് രണ്ടുപേരും കൂടി തീരുമാനിച്ചൊരു മാർക്ക് അനുവദിച്ച് തന്നാ മതി. താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേൾക്കാൻ തന്നെ എന്ത് രസമാണെന്നറിയോ? ഇപ്പോഴാ നേരത്തെ പറഞ്ഞ പോലെ ആ പൊട്ടിക്കുട്ടിയായിട്ട് തോന്നുന്നത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, സ്നേഹത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു പെണ്ണ്. സോറി പറയാനാണെങ്കിൽ ഒരുപാട് പറയണം. അത് വേണ്ട, നമുക്കിനി ഇങ്ങനെ അങ്ങ് പോവാം. അരുണിന്റെ ഭാര്യ, അരുണിന് സന്തോഷം തരുന്നവൾ, അതൊക്കെ മതി എന്റെ പോസ്റ്റ്. ലോകേ ഭയങ്കര വലുതാ, അതവിടെ കിടന്ന് കറങ്ങിക്കോട്ടെ. നമ്മള് കൂട്ടത്തിൽ കറങ്ങാൻ പോയാലല്ലേ കുഴപ്പമുള്ളൂ. എന്റെ അമ്മേ, ഒരിത്തിരി നേരം കൊണ്ട് ഒരാൾ ജീവിതത്തിനെ കുറിച്ച് ഇത്ര മനോഹരമായി സംസാരിക്കാന്ന് പറഞ്ഞാ ദേ എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്തെങ്കിലും പുസ്തകം കൈ കിട്ടിയിട്ടുണ്ടാവും? ഈ സന്തുഷ്ടമായ ജീവിതത്തിന് 101 വഴികൾ എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെയൊന്നുമില്ല.
അരുണിന്റെ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചൊന്ന് പഠിച്ചാല് ഒരു 100 പുസ്തകം വായിച്ചതിന് സമം. ഞാനിപ്പോ അതാ ചെയ്യുന്നത്. ഞാനേ കഴിക്കാൻ എടുത്തു വെക്കട്ടെ. വേണ്ട വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയിട്ട് കഴിക്കാം. എന്താ? അല്ല, ഉറങ്ങുമ്പോ എന്നെ തന്നെ നോക്കിയുന്ന ആളല്ലേ, അപ്പൊ ഉണർന്നിരിക്കുമ്പോ ഞാനും ഒന്ന് നന്നായി കണ്ടോട്ടെ. ഉണർന്നിരിക്കാന്ന് പറഞ്ഞ മനസ്സുണർന്നിരിക്കുന്ന സ്നേഹം. ശരിക്കും ഇനി എന്നും അരുണിന്റെ മുഖത്ത് ചിരി ഉണ്ടാവണം. അത് അരുണിന്റെ ഡ്യൂട്ടി അല്ല, എന്റെ ഡ്യൂട്ടിയാ. പോരെ? മതി. ഇനി ഒരുപാട് നന്നായി എന്നെ ബുദ്ധിമുട്ടിലാക്കി കളയരുത്. ഒപ്പം പിടിക്കാനേ ഞാൻ കുറച്ച് പാടുപെടും. ഏയ്, അരുൺ അങ്ങനെയൊന്നുമില്ല. എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാം, എല്ലാവർക്കും വേണ്ട പരിഗണന കൊടുക്കാനും അറിയാം. എനിക്കിനി ഒരു നിമിഷം പോലും പിണങ്ങിയിരിക്കാൻ പറ്റില്ല. ഞാൻ കൂടെയുണ്ട് മിസ്റ്റർ. യാമി, യാമി, ചേച്ചി, യാമി മോളെ. മോള് വന്നിട്ട് ആരോടും മിണ്ടാത്ത എന്താ? തിരിച്ചു വരാൻ അമ്മ പറഞ്ഞതുകൊണ്ട് അമ്മോട് ദേഷ്യാണോ? മോളിവിടുന്ന് പോയപ്പോ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. ഇടയിലൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ആ സങ്കടം കുറച്ചെങ്കിലും ഒന്ന് കുറഞ്ഞാനെ. അത് നീ ചെയ്തില്ലല്ലോ. ചേച്ചിയുടെ കാര്യം പറഞ്ഞ് അമ്മ എന്തോരം കരഞ്ഞെന്നറിയോ? എന്താ ചേച്ചി ഉണ്ടായിരിക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറ. മോളെ, മോളെ എന്താ നിനക്ക്? അമ്മോട് വഴക്കിടാൻ തോന്നുകയാണോ? എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നീ അമ്മ കേട്ടോളാം. നീ ഒന്ന് മിണ്ടു മോളെ. ഇങ്ങനെയൊക്കെ അമ്മയോട് പ്രതിഷേധിക്കണോ? അതിന് മാത്രം എന്ത് തെറ്റാ അമ്മ ചെയ്തേ? കാത്തിരുന്നതോ? വിഷമിച്ചതോ? അമ്മയ്ക്ക് അതിനുള്ള അവകാശം പോലും ഇല്ലേ? മോൻ വാ. സാരംഗ്, ഞാനും മോനും അവളോട് കുറെ സംസാരിച്ചു. അവളൊരു വാക്കുപോലും മിണ്ടുന്നില്ല. യാമി മോളെ, മോളെ, എന്ത് പറ്റി മോളെ നിനക്ക്? എന്താന്നറിയണോ? എന്താന്നറിയണോന്ന്? മോള് റെസ്റ്റ് എടുക്കണമെങ്കിൽ എടുത്തോ. അച്ഛനൊന്ന് പുറത്തു പോയിട്ട് വരാം. വരണ്ട, എന്റെ അടുത്തേക്ക് വരണ്ട. എന്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറയില്ലേ? സാരംഗ്, എന്താ അവൾക്ക്? എന്താ അവളിങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്നേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്ന്? അവളെന്തിനാ ഇത്ര വയലന്റ് ആവുന്നേ? മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? സാരംഗ്, എന്താ അമ്മേ? ചേച്ചിക്ക് എന്താ?